നിങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്ന കാര്യം ആരോടെങ്കിലും ഇൻഫോം ചെയ്തായിരുന്നോ? ഇല്ല. നിങ്ങൾ വരുന്ന വഴിക്കെങ്ങാനും പോലീസ് വണ്ടി നിങ്ങളെ ഫോളോ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്. അതെന്തിനാ? പോലീസ് എൻകൗണ്ടർ ലിസ്റ്റിൽ ഫസ്റ്റ് പേര് ഞങ്ങളുടെ ബോസിൻ്റെയാ. നിങ്ങളെ ഉപയോഗിച്ച് ഞങ്ങളുടെ ബോസിനെ എൻകൗണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്. ചെയ്തു. ബോസ്, എല്ലാം ചെക്ക് ചെയ്തു. ഓൾ ക്ലിയർ. ക്ലയന്റുമായിട്ട് വരാം. ബോസിന്റെ പെർമിഷൻ ഇല്ലാതെ ആരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. കാര്യം എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഭായി നിങ്ങളോട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അദ്ദേഹം പറഞ്ഞു. എന്നാലും നിങ്ങൾ പറ. എന്റെ ഹസ്ബൻഡിനെ കൊല്ലണം. ഭർത്താവിനെ തല്ലിക്കൊല്ലണോ അതോ കത്തിച്ചു കൊല്ലണോ? എങ്ങനെയായാലും കൊന്നു കിട്ടിയാ മതി. ഇത് അയാളുടെ ഫോട്ടോയാ. ഫോട്ടോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഫോട്ടോ ഇല്ലാതെ എങ്ങനെയാ? ഈ വിക്കി ഒരു ക്ലയന്റിനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറ്റിയുള്ള എല്ലാ ഇന്റേണൽ ഡീറ്റെയിൽസും എന്റെ ഡാറ്റാബേസിലേക്ക് വരും. നിങ്ങളുടെ ഡീറ്റെയിൽസും ഓൾറെഡി ഇൻ മൈ ഡാറ്റാബേസ്. ആ പിന്നെ അയാൾ എന്ന് രാവിലെ 10 മണിക്ക്? അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് ഒരു ഇൻഫർമേഷൻ തരണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയാളെ പറ്റി ഒന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ അയാളെ കൊല്ലാൻ പോകുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊല്ലണം, അത് ഞാൻ ഏറ്റു. എന്റെ പ്ലാൻ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ആരോടും ചർച്ച ചെയ്യാറില്ല. ഒരുപക്ഷെ നാളെ നിങ്ങളെങ്ങാനും പോലീസിന്റെ കൈപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒറ്റ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ ടോപ്പ് സീക്രട്ട്. ആരോടും പറയില്ല. പറഞ്ഞാലും മനസ്സിലാവില്ല, ഇൻക്ലൂഡിങ് യു. 50% മണി ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തേക്ക്. നിങ്ങളുടെ ഭർത്താവിന്റെ കേസ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി ഞാൻ കളക്ട് ചെയ്തോളാം. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്നോടൊക്കെ എത്ര തവണയാ ഞാൻ പറയേണ്ടത്? തുണി ഉണക്കാൻ ഇടുമ്പോ എന്റെ ഭാര്യ ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? എന്തിനേട്ടാ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യ നോക്കിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ക്ലൈന്റ് നിൽക്കുക ഇവിടെ. പ്ലീസ് ചേട്ടാ, പോയേട്ടാ, ഒന്ന് പോയേട്ടാ. ഞാൻ ഇനി മേലെ നോക്കില്ല ചേട്ടാ. ചേട്ടന്റെ ഭാര്യയെ നോക്കിയില്ല. പ്ലീസ് ചേട്ടാ, 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 ഞാൻ സത്യമായിട്ട് ചേട്ടന്റെ ഭാര്യ നോക്കിയില്ല. ചുമ്മാ ഒരു ബിൽഡപ്പിന് മേലോട്ട് നോക്കി നിന്നതാ. ചേട്ടന്റെ ഭാര്യ ഞാൻ കണ്ടില്ല. ചേട്ടന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ചേട്ടന്റെ ഭാര്യ ഞാൻ എങ്ങനെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കാര്യം കഴിഞ്ഞ ഉടൻ അടുത്ത മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണ്. ബോസിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഞാൻ വെറുതെ ഇവിടെ ഒന്നും നീ വിചാരിക്കണ്ട. ഞാനൊരു പോലീസ് സ്റ്റേഷനിലും പരാതിക്ക് ചെയ്യാനുള്ള ഞാനത് ചെയ്യും. ഹലോ, ഭായ് പറയണം മാഡം. നിങ്ങൾ പറഞ്ഞ ആളെ ഞാൻ പോയി കണ്ടു. അവനെ കണ്ടിട്ടൊരു ഗുണ്ടയാണെന്ന് തോന്നുന്നില്ലല്ലോ. എന്തോ ഒരു ഉടായ്പ കേസ് പോലെയാ തോന്നുന്നത്. കണ്ടാൽ ലുക്കില്ലെന്നുള്ളൂ മാഡം. പക്ഷെ പറഞ്ഞ ജോലി കൃത്യം ചെയ്യും മാഡം. ഭായ് വേണ്ട, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ കേക്ക് മാഡം. ഞാൻ വേറെ ആളെ റെഡിയാക്കി തരട്ടെ? ഭായ് ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന്. ഇനി എന്റെ ഭാര്യ എന്റെ യഥാർത്ഥ സ്വഭാവം നീ കാണും. അയ്യോ ചേട്ടാ, നോക്കിയേ, ചേട്ടന്റെ ഭാര്യ എന്റെ പേര് കംപ്ലൈന്റ് ചെയ്തിട്ട് വേറെ ആരുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. വീട്ടിനകത്ത് വരെ പോടി. ഞാൻ കഷ്ടപ്പെട്ടാണ് ആ കല്യാണം കഴിച്ചത്. എവിടെടാ? ഇവിടെ ബോസ്. ക്ലൈന്റ് എവിടെയെന്ന്?
പോയി കളഞ്ഞു ബോസ്. പോയി കളഞ്ഞെന്നോ? അടിച്ചിട്ട് പോയി. പോടാ, പോരെ പിടിക്ക്. എന്താ ബോസ് അവര് പോയി കളഞ്ഞത്? എടാ, വേഗം ഭായിയെ വിളിക്ക്. ഹലോ ബായ്, ബോസിന് ബായോട് സംസാരിക്കണം. ഹലോ ഭായ്, എവിടുത്തെ കസ്റ്റമറാ ഭായ് അവര്? പ്രോജക്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് സംസാരിച്ച് അഡ്വാൻസ് പോലും തരാതാ പോയത്. പാർട്ടിക്ക് നിന്റെ അടുത്ത് വിശ്വാസമില്ലടാ. എന്താ വിശ്വാസം? എന്താണ് ഭായ്, ഈ വിക്കിയെ കുറിച്ച് ക്ലയന്റിന്റെ അടുത്ത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലേ? എമൗണ്ട് റെഡിയാക്കി വെക്കാൻ പറ. കേസും ക്ലോസ് ചെയ്ത് കാശ് വാങ്ങി ഞങ്ങളങ്ങ് പോവും. ഓക്കെ, താങ്ക്സ്. നീ ഇപ്പൊ എന്താ ചെയ്യ? ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് മനസ്സിലായോ? ശരി ബോസ്, എനിക്ക് മനസ്സിലായി. കോഫി. എനിത്തിങ് എൽസ്? കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടോ. അപ്പോ ഓക്കെ. ബോസ്, ഇവനാണോ ആ ആന്റിയുടെ ഹസ്ബൻഡ്? അതോ ഇയാൾക്ക് വേണ്ടിയാണോ അവരുടെ ഹസ്ബൻഡിനെ കൊല്ലാൻ പറഞ്ഞേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയാലോ ബോസേ. നീ ഒരു കാര്യം ചെയ്യ്. ആന്റിയെ വിളിച്ചിട്ട് അവരുടെ ഹസ്ബൻഡിനെ പൊക്കിയെന്ന് പറ. ബോസ്, നമ്മൾ അതിനെ അയാളെ പൊക്കിയില്ലല്ലോ. ഇപ്പൊ വിളിക്കാം ബോസ്, ഇപ്പൊ വിളിക്കാം. റിങ്ങുന്നുണ്ട് ബോസ്. എടുക്കുന്നില്ല ബോസേ. വിടരുത്, വീണ്ടും വിളിക്കും. ബോസ്, അവർ വീണ്ടും കട്ട് ചെയ്തു. വിടണ്ട വിടണ്ട, അവരെടുക്കുന്നവരെ കൊളി. ഓക്കെ ബോസ്. ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ. ഹലോ മാഡം, എൻ്റെ ബോസ് നിങ്ങളുടെ ഹസ്ബൻഡിനെ പ്ലാൻ ചെയ്ത് പൊക്കി. ഇഡിയറ്റ്, ഫോൺ വെക്കടാ. ബോസ്, എന്താടാ അവരെന്നെ തെറി പറഞ്ഞോ? അവരുടെ ഭർത്താവ് കൂടെയുള്ളപ്പോ അയാളെ പൊക്കിന്ന് പറഞ്ഞ അവർ തെറിയല്ല, പിന്നെ എന്താ പറയേണ്ടത്? ബോസ് ശരിക്കൊരു ബുദ്ധിമാൻ തന്നെയാ. എടാ, ഇപ്പൊ എങ്ങനെ പോഴത്തല്ലേ? തരാനൊരു ചോക്ലേറ്റ് പോലും ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, രാവിലെ 6 മണിക്ക് ശേഷം പോഴത്ത്. തൽക്കാലം നീ ഇപ്പൊ ആന്റി വാച്ച് ചെയ്യ്. എടാ മൈക്കിളെ, നീ ആന്റിയെ മാത്രം ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യ്. ഞാൻ ആ അങ്കിളിനെ ഫോളോ ചെയ്ത് കിട്ടുന്ന ഗ്യാപ്പിൽ കൊന്നിട്ട് തന്നെ ഫോൺ ചെയ്യാം. നീ പോയ ആന്റിയുടെ ഇന്ന് മറക്കാതെ കാശ് വാങ്ങിയാൽ മതി. സൂക്ഷിച്ചു കണ്ടുമൊക്കെ വേണം. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാം ഞാൻ ശരിയാക്കി തരാം. അതെ, എന്തായാലും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് സമയമെടുക്കും. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും ഒന്ന് തീർത്തു തരാം. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ ഏറ്റല്ലോ. എല്ലാം കൺഫേം ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ? ബിസിനസ് മാൻ ആണെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇവിടെ? പോയി നോക്കാം. ഒറ്റയ്ക്കുള്ളതായി എനിക്കും സൗകര്യം. പെട്ടെന്ന് പണി തീർത്തിട്ടങ്ങ് പോവാം.